വൺ TV വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മൃദുവായ ഇഡലിയും ക്രിസ്പിയായ ദോശയും കൃത്രിമ നിറങ്ങളോ പ്രിസർവേറ്റീവുകളോ ഇല്ലാതെ EKS ഇഡലി ദോശമാവ് കുടുംബത്തിന്റെ പ്രിയപ്പെട്ട പ്രഭാത ഭക്ഷണം. ആസ്വദിക്കൂ തന്മയി ഭാവത്തിൽ. തന്മയി ജ്വല്ലറി. അതിരില്ലാത്ത ആഘോഷം, അളവില്ലാത്ത ആനന്ദം. സ്കൈവേവ് അമ്യൂസ്മെന്റ് പാർക്ക്, കക്കാടംപൊയിൽ, മലപ്പുറം. ഗൃഹോപകരണ വിപണന മേഖലയിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ 16ാം വാർഷികത്തിലേക്ക് ഷെറഫിയ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം നീഡ്സ്, ഷെറഫിയ ബിൽഡിംഗ്. നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകരെ, വൺ TV വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം നോക്കാം ഇന്നത്തെ തലക്കെട്ടുകൾ. KSEB ഓഫീസിൽ നിന്നും അലുമിനിയം ലൈൻ കമ്പികൾ മോഷണം നടത്തി. സംഭവത്തിൽ KSEB ഉദ്യോഗസ്ഥരും കരാർ ജോലികൾ ചെയ്യുന്ന ആളുമടക്കം 5 പേരെ വഴിക്കടവ് പോലീസ് അറസ്റ്റ് ചെയ്തു. 100 കിലോയിലധികം വരുന്ന അലുമിനിയം കമ്പികളാണ് രഹസ്യമായി കടത്തിയത്. ബോധവൽക്കരണവും പരിശോധനയും നടത്തി സംസ്ഥാനത്തെ ലഹരിയിൽ നിന്നും മുക്തമാക്കുമെന്ന് PK കുഞ്ഞാലിക്കുട്ടി. വീര്യം കുറഞ്ഞ മദ്യനികുതി കാര്യത്തിലടക്കം പിതൃത്വം കഴിഞ്ഞ സർക്കാരിനെന്നും UDF സർക്കാരിന്റെ ഇക്കാര്യത്തിലെ നയം കൂടിയാലോചിച്ച് സ്വീകരിക്കുമെന്നും മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി. വണ്ടൂർ MCF കേന്ദ്രത്തിൽ കുന്നുകൂടി കിടക്കുന്ന മാലിന്യങ്ങൾ കാരണം തൊഴിലാളികളും പ്രദേശവാസികളും ആരോഗ്യ ഭീഷണി നേരിടുന്നതായി പരാതി. LDF പഞ്ചായത്ത് അംഗങ്ങൾ കേന്ദ്രം സന്ദർശിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തി. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി മമ്പാട് MES കോളേജും നിലമ്പൂർ പോലീസും സംയുക്തമായി ലഹരി വിരുദ്ധ ദിനാചരണം നടത്തി. ജില്ലാ പോലീസ് ചീഫ് ചൈത്ര തെരേസ ജോൺ IPS ഉദ്ഘാടനം ചെയ്തു. വിൽപ്പനയ്ക്കായി കൈവശം വെച്ച 100 ഗ്രാം കഞ്ചാവുമായി ചോക്കാട് സ്വദേശിയെ പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തു. KSEB ഓഫീസിൽ നിന്നും അലുമിനിയം കമ്പികൾ മോഷണം നടത്തിയ സംഭവത്തിൽ KSEB ഉദ്യോഗസ്ഥനും കരാർ തൊഴിലാളിയുമടക്കം 5 പേർ പോലീസിന്റെ പിടിയിൽ. വഴിക്കടവ് KSEB ഓഫീസിൽ നിന്നും 100 കിലോയിലധികം തൂക്കം വരുന്ന അലുമിനിയം കമ്പികൾ മോഷ്ടിച്ചു കടത്തിയ സംഭവത്തിലാണ് 5 പേരെ വഴിക്കടവ് പോലീസ് ഇപ്പോൾ പിടികൂടിയിരിക്കുന്നത്. KSEB ഉദ്യോഗസ്ഥനായ വണ്ടൂർ കാപ്പിൽ സ്വദേശി മാടവന തോമസ്, പൂക്കോട്ടുംപാടം ഓഫീസിൽ കരാർ ജോലികൾ ചെയ്യുന്ന കൊല്ലം ജില്ലയിലെ ഇടമൺ തെന്മല സ്വദേശി തേക്കിൻകുപ്പിൽ അബ്ദുൾ സലാം, പാലക്കാട് വല്ലപ്പുഴ സ്വദേശികളായ വെട്ടിക്കാട്ടിൽ ജാസിർ ഹുസൈൻ, ആലിക്കൽ ഹിഷാമുദ്ദീൻ, കൊടക്കാടൻ മുഹമ്മദ് ഹസീബ് എന്നിവരെയാണ് വഴിക്കടവ് പോലീസ് ഇൻസ്പെക്ടർ KP മിഥുനും സംഘവും അറസ്റ്റ് ചെയ്തത്. വെള്ളിയാഴ്ച പുലർച്ചെയാണ് കേസിനാസ്പദമായ സംഭവം. വഴിക്കടവ് KSEB ഓഫീസിൽ നിന്നും 100 കിലോഗ്രാമിലധികം തൂക്കം വരുന്ന അലുമിനിയം കമ്പികളാണ് ഇവർ മോഷണം നടത്തിയത്. തോമസും അബ്ദുൾ സലാമും ചേർന്ന് മോഷണം ആസൂത്രണം ചെയ്ത് മറ്റു പ്രതികളോട് വണ്ടിയുമായി വരാൻ പറയുകയും മോഷണം നടത്തിയ സാധനങ്ങളുമായി പോകും വഴിയിൽ വഴിക്കടവ് പോലീസ് സ്റ്റേഷനിലെ നൈറ്റ് പട്രോളിംഗ് ഡ്യൂട്ടിയിലുള്ള ഉദ്യോഗസ്ഥർ നടത്തിയ വാഹന പരിശോധനയ്ക്കിടയിൽ ഒരാൾ ഓടി രക്ഷപ്പെടുകയുമായിരുന്നു. തുടർന്നുള്ള പരിശോധനയിൽ വാഹനത്തിൽ നിന്നും ലൈൻ കമ്പിയായി ഉപയോഗിക്കുന്ന അലുമിനിയം കമ്പി ടാർപ്പായ ഉപയോഗിച്ച് മൂടിയ നിലയിൽ കണ്ടു. തുടർന്ന് ചോദ്യം ചെയ്യലിലും അന്വേഷണത്തിലുമാണ് കമ്പികൾ KSEB ഓഫീസിൽ നിന്നും മോഷണം നടത്തിയതാണെന്ന് പ്രതികൾ സമ്മതിച്ചത്. ഓടി രക്ഷപ്പെട്ടത് KSEB ജീവനക്കാരൻ തോമസ് ആണെന്നും പോലീസിന് പിന്നീട് മനസ്സിലായി. തോമസിനെ വഴിക്കടവ് വെച്ച് പിന്നീട് പിടികൂടുകയായിരുന്നു. വഴിക്കടവ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ മിഥുന്റെ നേതൃത്വത്തിൽ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ സുജിത്ത്, സിവിൽ പോലീസ് ഓഫീസർമാരായ സഞ്ജു, രാജ്മോഹൻ എന്നിവരാണ് പ്രതികളെ പിടികൂടിയത്. ഇവരെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. ബോധവൽക്കരണവും പരിശോധനയും നടത്തി ലഹരിയിൽ നിന്നും സംസ്ഥാനത്തെ മുക്തമാക്കുമെന്ന് മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി മലപ്പുറത്ത് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നികുതി കാര്യത്തിലടക്കം പിതൃത്വം കഴിഞ്ഞ സർക്കാരിനാണെന്നും UDF സർക്കാരിന്റെ ഇക്കാര്യത്തിലുള്ള നയം കൂടിയാലോചിച്ചതിന് ശേഷം പ്രഖ്യാപിക്കുമെന്നും സംസ്ഥാന വ്യവസായ വകുപ്പ് മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി മാധ്യമങ്ങളോട് പറഞ്ഞു. ശ്രീ ആഭ്യന്തരമന്ത്രി ശ്രീ രമേശ് ചെന്നിത്തല വളരെ വലിയ ഒരു ഇനീഷ്യേറ്റീവിനാണ് ലീഡർഷിപ്പ് എടുത്തുകൊണ്ടിരിക്കുന്നത്. നമുക്കൊക്കെ അറിയാം, ഇന്നലെയൊക്കെയായി അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ഈ ദിനം
ആചരിക്കുന്നുണ്ട്. ലഹരി മനുഷ്യൻ്റെ ഏറ്റവും വലിയ ഈ യുഗത്തിലെ ഒരു ദുരന്തമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനെതിരായി ഉള്ള ക്യാമ്പയിൻ ലോകം മുഴുവനുള്ളതാണ്. പക്ഷേ ഇവിടെ പുതിയ ഗവൺമെൻറ് അത് വലിയ ഒരു പരിപാടിയായി ഏറ്റെടുത്ത് നടത്തുന്നതിലൂടെ വന്നുകൊണ്ടിരിക്കുന്ന റിസൾട്ട് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ബോധവൽക്കരണവും ഇന്ന് ഇവിടെ നടന്ന ബോധവൽക്കരണവും അതേപോലെ തന്നെ എൻഫോഴ്സ്മെൻറ്റും ഒക്കെ ഒരുമിച്ച് നടത്തി നമ്മൾ ഈ സംസ്ഥാനത്തെ ലഹരിയിൽ നിന്ന് മോചിപ്പിക്കും. യാതൊരു സംശയവും വേണ്ട. ദൃഢനിശ്ചയം ചെയ്ത ഒരു മൂവ്മെൻ്റായി അത് ഗവൺമെൻറ് മുന്നോട്ട് പോകുന്നു. ആഭ്യന്തര വകുപ്പ് അതിന് ലീഡർഷിപ്പ് കൊടുക്കുന്നു. ഈ വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നികുതി കുറയ്ക്കുമെന്നുള്ള തീരുമാനം അതൊരു വലിയ വ്യാപകമായിട്ടുള്ള ആശങ്ക പല സംഘടനകൾക്കുണ്ട്. ലീഗിന്റെ അഭിപ്രായം എന്താണ്? അല്ല, ലീഗിൻ്റെ അഭിപ്രായമല്ല, ഞാനിപ്പോൾ ഗവൺമെൻറ് കാര്യം തന്നെ പറയാം. ഈ പുതിയ ഗവൺമെൻറ് ഏറ്റെടുത്തതിന് ശേഷം, ഭരണം ഏറ്റെടുത്തതിന് ശേഷം ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന സംഗതികളൊക്കെ അതിൻ്റെയൊക്കെ പിതൃത്വം കഴിഞ്ഞ ഗവൺമെൻറ്റിന് ഉള്ളതാണ്. കാരണം ഗവൺമെൻറ് ഇപ്പോൾ ഒരു പുതിയ ബഡ്ജറ്റ് അവതരിപ്പിച്ചപ്പോൾ നിങ്ങൾക്കൊക്കെ അറിയാം, പഴയ പല തീരുമാനങ്ങളുടെയും കണ്ടിന്യൂവേഷൻ ചില ഭാഗങ്ങളൊക്കെ അതിൽ വരും. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് അത്തരം കാര്യങ്ങളൊക്കെ ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നത്. ഇതിലൊക്കെ ഗവൺമെൻറ്റിൻ്റെ ഒരു സമീപനം, അതുപോലെ തന്നെ UDFൻ്റെ, കോൺഗ്രസിൻ്റെ, ലീഗിൻ്റെ ഒക്കെ ഒരു നയം വളരെ വിശദമായി പഠിച്ചതിന് ശേഷം ഞങ്ങൾ ഇനി പറയും. അതാണ് ഞങ്ങളുടെ നയം. വണ്ടൂർ MCF കേന്ദ്രത്തിലെ കുന്നുകൂടി കിടക്കുന്ന മാലിന്യങ്ങൾ കാരണം തൊഴിലാളികളും പ്രദേശവാസികളും കടുത്ത ആരോഗ്യ ഭീഷണി നേരിടുന്നതായി പഞ്ചായത്തിലെ ഇടതുപക്ഷ അംഗങ്ങൾ. LDF അംഗങ്ങൾ ഈ കേന്ദ്രം സന്ദർശിച്ച് കഴിഞ്ഞ ദിവസം സ്ഥിതിഗതികൾ വിലയിരുത്തിയിരുന്നു. കനത്ത മഴയെ തുടർന്ന് ഇവിടെ വലിയ തോതിൽ പകർച്ചവ്യാധി ഭീഷണി നിലനിൽക്കുന്നുണ്ടെന്ന് ജനപ്രതിനിധികൾ ചൂണ്ടിക്കാണിക്കുന്നു. മാലിന്യ കൂമ്പാരം പൊതുസമൂഹത്തിൻ്റെയും പഞ്ചായത്തിൻ്റെയും ശ്രദ്ധയിൽപ്പെടുത്തിയതിനെ തുടർന്ന് ഒരു പരിധിവരെ ഇവിടെ മാലിന്യങ്ങൾ നീക്കം ചെയ്തിട്ടുണ്ട്. എന്നാലും ഇനിയും വൻതോതിൽ മാലിന്യം ഇവിടെ അവശേഷിക്കുകയാണ്. കേന്ദ്രത്തിൽ കുന്നുകൂടിക്കിടക്കുന്ന മുഴുവൻ മാലിന്യങ്ങളും അടിയന്തരമായി നീക്കം ചെയ്താൽ മാത്രമേ പ്രദേശം പൂർണ്ണമായും വൃത്തിയാക്കുവാൻ സാധിക്കുകയുള്ളൂവെന്ന് പഞ്ചായത്ത് അംഗം മുഹമ്മദ് കുഞ്ഞി പറഞ്ഞു. നിലവിൽ മഴ നനയാതെ ജോലി ചെയ്യാൻ ചെറിയൊരു ഷെഡ് മാത്രമാണുള്ളത്. ഇത് നീട്ടി നിർമ്മിച്ച് കൂടുതൽ സൗകര്യമൊരുക്കണമെന്നും നിലത്തിരുന്ന മാലിന്യങ്ങൾ തരംതിരിക്കുന്ന തൊഴിലാളികൾക്ക് വലിയ ശാരീരിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നുണ്ട്. നിന്നുകൊണ്ട് ജോലി ചെയ്യാൻ ആവശ്യമായ മേശകൾ ഇവിടെ അടിയന്തരമായി സ്ഥാപിക്കണമെന്നും ഇവർ പറഞ്ഞു. കേന്ദ്രത്തിന് 40,000 രൂപയോളം വലിയ തുകയാണ് വാടകയായി നൽകുന്നത്. അതുകൊണ്ട് തന്നെ തൊഴിലാളികൾക്ക് സുരക്ഷിതമായി ജോലി ചെയ്യുവാനുള്ള സൗകര്യങ്ങൾ ഒരുക്കുവാൻ ഉടമസ്ഥന് ഉത്തരവാദിത്തമുണ്ട്. പഞ്ചായത്തും ആരോഗ്യവകുപ്പും ഈ വിഷയത്തിൽ അടിയന്തരമായി ഇടപെട്ട് ശക്തമായ നടപടികൾ സ്വീകരിക്കണം. ഈ ആവശ്യം വീണ്ടും പൊതുസമൂഹത്തിന് മുൻപിൽ ഉയർത്തുകയാണെന്നും വാർഡ് മെമ്പർ മുഹമ്മദ് കുഞ്ഞി പറഞ്ഞു. പൊതുസമൂഹത്തിന്റെ മുമ്പിലും പഞ്ചായത്ത് ബോർഡിന്റെ മുമ്പിലും വളരെ ശക്തമായിട്ട് ഉന്നയിക്കുകയും അതിന് പെട്ടെന്ന് തന്നെ ഒരു പരിഹാരം ഉണ്ടാക്കിയതിൽ സന്തോഷമുണ്ട്. കാരണം ഒരു വിധമൊക്കെ ഇവിടുന്ന് കൊണ്ടുപോയിട്ടുണ്ട്. പക്ഷെ എന്നിരുന്നാലും ഇവിടെ കുറെ വേസ്റ്റ് വീണ്ടും കിടക്കുന്നുണ്ട്. അപ്പൊ അത് മഴക്കാലമാണ്. ഈ മഴക്കാലത്ത് നമുക്കറിയാം, ഈ ഷെഡ് മാത്രമേ ഇവിടെ ഉള്ളൂ. മഴ കൊള്ളാതെ ഇവർക്ക് വർക്ക് ചെയ്യാൻ ഈ ഷെഡ് മാത്രമേ ഉള്ളൂ. ഈ ഷെഡിൽ തന്നെ കൂമ്പാരങ്ങൾ കൂട്ടിയിരിക്കുകയാണ്, ഡംപ് ചെയ്തിരിക്കുകയാണ് വേസ്റ്റുകൾ. അപ്പം ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത്, പെട്ടെന്ന് ആദ്യമായിട്ട് ഇവിടെ ഉള്ള ഈ വേസ്റ്റ് മുഴുവൻ ഇവിടുന്ന് കൊണ്ടുപോകണം. എന്നാലേ ഇവിടെ ഇത് വൃത്തിയായി കിട്ടുള്ളൂ. രണ്ടാമതായിട്ട് നമ്മുടെ ഈ ഷെഡ് ഉണ്ടല്ലോ, ഈ ഷെഡ് നീട്ടി ഇവിടെ ഇടണം. അതായത് തൊഴിലാളികൾക്ക് അവർക്ക് വർക്ക് ചെയ്യണമെങ്കിൽ മേശ വേണമെന്ന് അവർ പറയുന്നത്. നിന്നുകൊണ്ട് മേശയിൽ വെച്ച് പെട്ടെന്ന് വേറിരിക്കാൻ പറ്റും. ഇപ്പൊ ഇവിടെ ഈ ഡബ് ചെയ്ത സ്ഥലത്ത് അവർ വളരെ പ്രയാസപ്പെട്ടാണ് നിന്നുകൊണ്ട് ജോലി ചെയ്യുന്നത്. LDF പഞ്ചായത്ത് അംഗങ്ങളായ ടി ഉമ്മർകുട്ടി, EP മുഹമ്മദ് കുഞ്ഞി, വേണുഗോപാലൻ, അബ്ദുൽ ഗഫൂർ എന്നിവരാണ് കേന്ദ്രം സന്ദർശിച്ചത്. മമ്പാട് MES കോളേജും നിലമ്പൂർ പോലീസും സംയുക്തമായി സംഘടിപ്പിച്ച അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനാചരണം ഓപ്പറേഷൻ തൂഫാൻ മമ്പാട് MES കോളേജ് ഓഡിറ്റോറിയത്തിൽ നടന്നു. ജില്ലാ പോലീസ് മേധാവി ചൈത്ര തെരേസ ജോൺ IPS ആണ് പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചത്. അവയുടെ ഉൽപാദനം, വിതരണം, ഉപയോഗം എന്നിവ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ TP അലവിക്കുട്ടി അധ്യക്ഷത വഹിച്ചു.
ഓപ്പറേഷൻ തൂഫാൻ നോഡൽ ഓഫീസർ ഡിവൈഎസ്പി സിബി വിദ്യാർത്ഥികൾക്ക് പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. നിലമ്പൂർ സബ് ഡിവിഷൻ ഡിവൈഎസ്പി വി കെ വിശ്വംഭരൻ നായർ, കോളേജ് മാനേജ്മെന്റ് സെക്രട്ടറി ഡോക്ടർ കെ സീദിക്കോയ തുടങ്ങിയവർ പ്രസംഗിച്ചു. NCC ആർമി ലഫ്റ്റനന്റ് ഡോക്ടർ തൗഫീഖ് റഹ്മാൻ, NCC നേവൽ സബ് ലഫ്റ്റനന്റ് റഫീഖ് ഇ, CPO വിവേക്, NSS പ്രോഗ്രാം ഓഫീസർ ഡോക്ടർ CT മുഹമ്മദ് നസീർ തുടങ്ങിയവർ സംബന്ധിച്ചു. നിലമ്പൂർ പോലീസ് സബ് ഇൻസ്പെക്ടർ BS ബിനു, ഡോക്ടർ ഖലീൽ റംഷാസ് എന്നിവർ വിഷയാവതരണം നടത്തി. നിലമ്പൂർ പോലീസ് സബ് ഇൻസ്പെക്ടർ CP ജാബിർ സ്വാഗതവും NSS പ്രോഗ്രാം ഓഫീസർ MK സക്കീന നന്ദിയും പറഞ്ഞു. പോലീസ് പരിധിയിലുള്ള സ്കൂളുകളിലെയും കോളേജുകളിലെയും NCC, NSS, സ്കൗട്ട് ആൻഡ് ഗൈഡ്സ്, സ്റ്റുഡൻസ് പോലീസ് കേഡറ്റുകൾ പരിപാടിയിൽ പങ്കെടുത്തു. വിൽപ്പനയ്ക്കായി കൈവശം വെച്ച 100 ഗ്രാം കഞ്ചാവുമായി ചോക്കാട് ആനക്കല്ല് സ്വദേശി ബിലാലിയിൽ മുഹമ്മദ് അലി എന്ന 47-കാരനെ കാളികാവ് SI അറസ്റ്റ് ചെയ്തു. SI അൻവർ സാദത്താണ് പ്രതിയെ പിടികൂടിയത്. നിലമ്പൂർ ഡിവൈഎസ്പി വി കെ വിശ്വംഭരൻ നായർക്ക് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്ന് രാവിലെ 11 മണിയോടുകൂടി ചോക്കാട് ആനക്കല്ല് വെച്ചാണ് കാളികാവ് പോലീസും ഡാൻസ് ഓഫ് ടീമും ചേർന്ന് നടത്തിയ പരിശോധനയിൽ പ്രതി അറസ്റ്റിലാകുന്നത്. 500 രൂപയുടെ പാക്കറ്റുകളാക്കിയാണ് പ്രതി കഞ്ചാവ് വിൽപ്പന നടത്തിയിരുന്നത്. ASI മുഹമ്മദ് അസ്ലം, സീനിയർ CPO റിയാസ് ചീനി, CPO മഞ്ജുള, ഡാൻസ് ഓഫ് അംഗങ്ങളായ സുനിൽ മമ്പാട്, അഭിലാഷ് കൈപ്പിനി, KT ആഷിഫ് അലി, നിബിൻ ദാസ് T, ജിയോ ജേക്കബ് എന്നിവരടങ്ങിയ സംഘമാണ് പ്രതിയെ പിടികൂടിയത്. അപ്പോൾ ഓപ്പറേഷൻ തൂഫാൻ്റെ ഭാഗമായുള്ള ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾ വളരെ സജീവമായി പോലീസിൻ്റെ ഭാഗത്തു നിന്ന് നടക്കുകയാണ്. ലഹരി മാഫിയകളെല്ലാം വലിയ ആശങ്കയിൽ തന്നെയാണ്. കാരണം പ്രത്യേക അന്വേഷണ സംഘം സംസ്ഥാന വ്യാപകമായി തന്നെ ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളിൽ വളരെ സജീവമായി രംഗത്തുണ്ട്. ലഹരി ഉപയോഗിക്കുന്നവരെയും ലഹരി വിൽപ്പന നടത്തുന്നവരെയും ഒക്കെ കർശനമായ നിരീക്ഷണത്തിൻ്റെ ഭാഗമാക്കിയിട്ടുണ്ട്. എന്തായാലും ഇത് വരും ദിവസങ്ങളിലും ഈ പരിശോധനകൾ തുടരുമെന്ന് തന്നെയാണ് പോലീസ് അറിയിക്കുന്നത്. ഒരിടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം വാർത്തകളിലേക്ക് മടങ്ങി വരാം. EKS ഉണ്ടെങ്കിൽ പിന്നെ പ്രഭാതം പ്രസരിപ്പോടെ. EKS ഇഡലി ദോശമാവ് പ്രത്യേകം തിരഞ്ഞെടുക്കുന്ന ഗുണമേന്മയുള്ള അരിയും ഉഴുന്നും ചേർത്ത് ശാസ്ത്രീയമായ രീതിയിൽ ഏറെ ശുചിത്വത്തോടെ RO വാട്ടർ മാത്രം ഉപയോഗിച്ച് തയ്യാർ ചെയ്യുന്നത് കൊണ്ട് തന്നെ മികച്ച ഗുണനിലവാരം ഞങ്ങൾ ഉറപ്പു നൽകുന്നു. മൃദുവായ ഇഡലിയും ക്രിസ്പിയായ ദോശയും കൃത്രിമ നിറങ്ങളോ പ്രിസർവേറ്റീവുകളോ ഇല്ലാതെ റെഫ്രിജറേറ്ററിൽ സൂക്ഷിക്കാൻ അനുയോജ്യമായ പാക്കിംഗ്. ഇനി രുചിയിൽ നിറയട്ടെ വീട്ടിലെ സന്തോഷം. കുടുംബത്തിന്റെ പ്രിയപ്പെട്ട പ്രഭാത ഭക്ഷണം. EKS ഫുഡ് പ്രൊഡക്ട്സ്, നിലമ്പൂർ. എനിക്ക് ഓരോ നിമിഷവും നിറവുള്ളതാണ്. വ്യത്യസ്ത ഭാവങ്ങൾ നിറഞ്ഞതാണ്. ആഴമുള്ള അനുഭവങ്ങളിലേക്ക് അവ വഴി തുറക്കുന്നു. ആസ്വദിക്കൂ തന്മയി ഭാവത്തിൽ. തന്മയി ജ്വല്ലറി. ഗൃഹോപകരണ വിപണന മേഖലയിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ 16ാം വാർഷികത്തിലേക്ക് ഷറഫിയ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം നീഡ്സ് വണ്ടൂർ. പ്രമുഖ ബ്രാൻഡഡ് കമ്പനികളുടെ AC, വാഷിംഗ് മെഷീൻ, റെഫ്രിജറേറ്റർ, LED TV, മിക്സി, ചിമ്മിനി ആൻഡ് ഹോബ്, ഓവൻ, സ്റ്റൗ, കുക്കർ, വാട്ടർ ഹീറ്റർ, വാട്ടർ പ്യൂരിഫയർ, എയർ കൂളർ, ഫാൻ, ഹോം തിയേറ്റർ, ഇൻവെർട്ടർ ആൻഡ് ബാറ്ററി തുടങ്ങി എല്ലാ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളും മികച്ച സെലക്ഷനിലും യഥാർത്ഥ വിലക്കുറവിലും ലഭ്യമാണ്. മികച്ച വിൽപ്പനാനന്തര സേവനവും ഷറഫിയ ഉറപ്പു നൽകുന്നു. മാത്രമല്ല പലിശരഹിത EMI സൗകര്യവും ലഭ്യമാണ്. ഷറഫിയ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം നീഡ്സ്, ഷറഫിയ ബിൽഡിംഗ്, നിലമ്പൂർ റോഡ്, വണ്ടൂർ. ഫോൺ 04931 248 535 9447 338 503.
അളവില്ലാത്ത ആഘോഷം, അളവില്ലാത്ത ആനന്ദം. സ്കൈവേവ് അമ്യൂസ്മെന്റ് പാർക്ക്, കക്കാടംപൊയിൽ, മലപ്പുറം. വാർത്തകൾ തുടരുകയാണ് പ്രേക്ഷകരെ. മമ്പാട് ഓടായിക്കൽ PUMLP സ്കൂളിൽ LSS വിജയികളെ ആദരിച്ചു. വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച പ്രതിഭകളെയും പരിപാടിയുടെ ഭാഗമായി ആദരിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് ഷമീന കാഞ്ഞിരാലയാണ് പരിപാടി ഉദ്ഘാടനം ചെയ്തത്. പ്രധാന അധ്യാപിക ഫാത്തിമ യു സ്വാഗതം പറഞ്ഞു. PTA പ്രസിഡന്റ് ഹംസ വി അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ വാർഡ് മെമ്പർമാരായ സുബീന, രജീഷ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സരോജിനി, മാനേജ്മെന്റ് പ്രതിനിധി ഷഹല, MTA പ്രസിഡന്റ് രഞ്ജുഷ, രക്ഷിതാക്കളുടെ പ്രതിനിധി രാജേഷ്, കരാട്ടെ മാസ്റ്റർ സക്കീർ എന്നിവർ ആശംസകൾ നേർന്നു. വിദ്യാർത്ഥികളുടെ മികച്ച നേട്ടം സ്കൂളിന്റെ അക്കാദമിക മികവിന്റെ തെളിവാണെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ ഷമീന കാഞ്ഞിരാല പറഞ്ഞു. തുടർന്ന് വിജയികളായ വിദ്യാർത്ഥികൾക്കും അവരുടെ രക്ഷിതാക്കൾക്കും ഉപഹാരങ്ങളും മൊമെന്റോകളും നൽകി ആദരിച്ചു. അധ്യാപകർ, രക്ഷിതാക്കൾ, നാട്ടുകാർ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്ത വിദ്യാർത്ഥികളുടെ നേട്ടത്തെ മമ്പാട് വെൽഫെയർ ഫോറം ജിദ്ദയുടെ നേതൃത്വത്തിൽ ഉന്നത വിജയികളെ ആദരിച്ചു. ജില്ലാ രക്ഷാധികാരി ഗഫൂർ കാഞ്ഞിരാല പരിപാടി ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ PTA പ്രസിഡന്റ് മുഹസിദ്ദീന്റെ അധ്യക്ഷതയിൽ ഹയർ സെക്കൻഡറി പ്രിൻസിപ്പൽ സന്ധ്യ, വൈസ് പ്രിൻസിപ്പൽ സവിത, സീനിയർ അസിസ്റ്റന്റ് ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ, ഷബഹാൻ മമ്പാട്, ഹക്കീം ചോലയിൽ എന്നിവർ സംസാരിച്ചു. വെൽഫെയർ ഫോറം ട്രഷറർ ഹാഫിസ് ആരോളി സ്വാഗതവും PK ഗഫൂർ നന്ദിയും പറഞ്ഞു. ഗഫൂർ കാഞ്ഞിരാല, ഹാഫിസ് ആരോളി, PK ഗഫാർ, നൌഷാദ് അലി, സന്ധ്യ, കവിത, ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ, മുഹസീൻ, യൂനസ് മാസ്റ്റർ, ഹക്കീം ചോലയിൽ എന്നിവർ സമ്മാനദാനം നടത്തി. പന്താർ കുഞ്ഞി മുഹമ്മദ് മെമ്മോറിയൽ പുരസ്കാരം, കാഞ്ഞിരാല അഹമ്മദ് മുബാറക് മെമ്മോറിയൽ പുരസ്കാരം എന്നിവയാണ് വിജയികൾക്ക് സമ്മാനിക്കുന്നത്. സ്കൂളിന്റെ വിദ്യാഭ്യാസ പുരോഗതിക്കായി വെൽഫെയർ ഫോറം ജിദ്ദ നിരവധി സഹായങ്ങൾ നൽകി വരുന്നുണ്ട്. അസോസിയേഷൻ ഓഫ് ഓട്ടോമൊബൈൽസ് വർക്ക്ഷോപ്പ് കേരള വണ്ടൂർ യൂണിറ്റിന്റെ 28ാമത് വാർഷിക ജനറൽ ബോഡി യോഗവും കുടുംബസംഗമവും നടത്തി. CNA ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി സംസ്ഥാന ട്രെയിനിംഗ് ചെയർമാൻ മുഹമ്മദ് ഷാ ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് ബാബുരാജ് അധ്യക്ഷത വഹിച്ചു. മലപ്പുറം ജില്ലാ സെക്രട്ടറി MP ബഷീർ സംഘടനയുടെ ലൈഫ് ലൈൻ പദ്ധതി വിശദീകരിച്ചുകൊണ്ട് സംസാരിച്ചു. യൂണിറ്റ് സെക്രട്ടറി KP നൌഷാദ് അലി പ്രവർത്തന റിപ്പോർട്ടും ട്രഷറർ P സജീഷ് കണക്കും അവതരിപ്പിച്ചു. മേഖലാ സെക്രട്ടറി ഉണ്ണികൃഷ്ണൻ ആശംസ പ്രസംഗം നടത്തി. SYS നിലമ്പൂർ സോൺ കമ്മിറ്റി നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലേക്ക് ആവശ്യമായ വീൽ ചെയറുകൾ വിതരണം ചെയ്തു. കേരള മുസ്ലിം ജമാഅത്ത് സംസ്ഥാന ഉപാധ്യക്ഷൻ കൂറ്റമ്പാറ അബ്ദുറഹിമാൻ ദാരിമി ഈ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. അത്യാഹിത വിഭാഗത്തിലെ സന്നദ്ധ പ്രവർത്തകരുടെയും രോഗികളുടെയും വലിയ പ്രയാസമായിരുന്നു വീൽ ചെയറുകളുടെ അഭാവം. ഇത് കണക്കിലെടുത്താണ് SYS വീൽ ചെയറുകൾ വിതരണം ചെയ്തത്. അലവിക്കുട്ടി സഖാഫി അധ്യക്ഷത വഹിച്ചു. ആശുപത്രി RMO ഡോക്ടർ ജലാലുദ്ദീൻ, LS സുരേഷ് ബാബു, SYS ജില്ലാ കമ്മിറ്റി അംഗം C അൻവർ, സോൺ സെക്രട്ടറിമാരായ ജലീൽ കരിമ്പുഴ, സൈനുൽ ആബീദ് സഖാഫി, ആശുപത്രി നഴ്സിംഗ് സൂപ്രണ്ട് തുടങ്ങിയവർ സംസാരിച്ചു. നോക്കാം പ്രേക്ഷകരെ, പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. KSEB ഓഫീസിൽ നിന്നും അലുമിനിയം ലൈൻ കമ്പികൾ മോഷണം നടത്തി. സംഭവത്തിൽ KSEB ഉദ്യോഗസ്ഥനും കരാർ ജോലികൾ ചെയ്യുന്ന ആളുമടക്കം 5 പേരെ വഴിക്കടവ് പോലീസ് അറസ്റ്റ് ചെയ്തു. 100 കിലോയിലധികം വരുന്ന അലുമിനിയം കമ്പികളാണ് രഹസ്യമായി കടത്തിയത്. ബോധവൽക്കരണവും പരിശോധനയും നടത്തി സംസ്ഥാനത്തെ ലഹരിയിൽ നിന്നും മുക്തമാക്കുമെന്ന് PK കുഞ്ഞാലിക്കുട്ടി. വീര്യം കുറഞ്ഞ മദ്യനികുതി കാര്യത്തിലടക്കം പിതൃത്വം കഴിഞ്ഞ സർക്കാരിനെന്നും UDF സർക്കാരിന്റെ ഇക്കാര്യത്തിലെ നയം കൂടിയാലോചിച്ച് സ്വീകരിക്കുമെന്നും മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി.
വണ്ടൂർ MCF കേന്ദ്രത്തിൽ കുന്നുകൂടി കിടക്കുന്ന മാലിന്യങ്ങൾ കാരണം തൊഴിലാളികളും പ്രദേശവാസികളും ആരോഗ്യ ഭീഷണി നേരിടുന്നതായി പരാതി. LDF പഞ്ചായത്ത് അംഗങ്ങൾ കേന്ദ്രം സന്ദർശിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തി. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി മമ്പാട് MES കോളേജും നിലമ്പൂർ പോലീസും സംയുക്തമായി ലഹരി വിരുദ്ധ ദിനാചരണം നടത്തി. ജില്ലാ പോലീസ് ചീഫ് ചൈത്ര തെരേസ ജോൺ IPS ഉദ്ഘാടനം ചെയ്തു. വിൽപ്പനയ്ക്കായി കൈവശം വെച്ച 100 ഗ്രാം കഞ്ചാവുമായി ചോക്കാട് സ്വദേശിയെ പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തു. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ്. വാർത്തകളുമായി വീണ്ടും കാണാം. നമസ്കാരം. 1TV വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് മൃദുവായ ഇഡലിയും ക്രിസ്പിയായ ദോശയും കൃത്രിമ നിറങ്ങളോ പ്രിസർവേറ്റീവുകളോ ഇല്ലാതെ EKS ഇഡലി ദോശമാവ്, കുടുംബത്തിന്റെ പ്രിയപ്പെട്ട പ്രഭാത ഭക്ഷണം. ആസ്വദിക്കൂ തന്മയി ഭാവത്തിൽ. തന്മയി ജ്വല്ലറി. അതിരില്ലാത്ത ആഘോഷം, അളവില്ലാത്ത ആനന്ദം. സ്കൈവേവ് അമ്യൂസ്മെന്റ് പാർക്ക്, കക്കാടംപൊയിൽ, മലപ്പുറം. ഗൃഹോപകരണ വിപണന മേഖലയിൽ പുതുമയുടെ പ്രൗഢവിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ 16ാം വാർഷികത്തിലേക്ക് ഷറഫിയ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം നീഡ്സ്, ഷറഫിയ ബിൽഡിംഗ്,